ഹായ്, എൻ്റെ പേര് മഹാദേവൻ. ഞാൻ ഗവൺമെൻറ് ടി ഡി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നത് കൊല്ലം നീറ്റ് അക്കാഡമിയിലായിരുന്നു. നീറ്റ് അക്കാഡമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാ ടോപ്പിക്സിനും ഓരോ ചാപ്റ്റേഴ്സിനും എക്സ്പെർട്ടായിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഓരോ ടോപ്പിക്സ് എടുക്കാൻ വേണ്ടി ഓരോ ഫാക്കൽറ്റീസ് വരുന്നത്. ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയത് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അതായത് ഒരു ചാപ്റ്ററിനൊക്കെ ഏകദേശം 200-250+ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നത്. നീറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക എന്നതിലിരിക്കും. അത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് NCERT നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളെല്ലാം ഈ നീറ്റിൻ്റെ അക്കാഡമിയിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. പ്രത്യേകിച്ച് ബയോളജിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ NCERT ഓരോ സെൻറ്റൻസും നമ്മൾ അറുത്ത് മുറിച്ച് പഠിക്കണമെന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയായിരുന്നു നീറ്റിൻ്റെയിൽ ഓരോ ഫാക്കൽറ്റീസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സെൻറ്റൻസിനെ ലൈൻ ബൈ എടുത്തു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതും അതിൻ്റെതായിട്ടുള്ള വരുന്നതായിട്ടുള്ള NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അവിടെ ചെയ്തു പോയിരിക്കുന്നത്. ഞാൻ +1 +2 കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അതൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചെത്തി. പക്ഷേ അതെങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നീറ്റിൻ്റെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ ഒരു നിലയിൽ ഞാൻ പറയുകയാണ്, ഏതൊരു ആവറേജ് വിദ്യാർത്ഥിക്ക് പോലും നീറ്റ് അല്ലെങ്കിൽ MBBS എന്നൊരു സ്വപ്നം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നീറ്റിൻ്റെ തന്നെയാണ്.